ആമയെ ചോദിക്കുന്നു, ഇനി എമ്പുരാൻ കാണുന്നത് എന്തിന് 17 വെട്ട് വെട്ടിയിട്ട് എന്ന് ചോദിക്കുന്നു. 17 വെട്ടല്ലേ, എന്നാലും പടത്തിലുണ്ട് ചില സൂചനകൾ. അതിൽ വില്ലന്റെ പേര് മ്യൂട്ട് ചെയ്യുന്നതാണ് അപാരം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ ഒരു സിനിമ നിർമ്മിക്കാൻ പറ്റൂ. വില്ലന്റെ പേരിടുമ്പോൾ പോലും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അത് ആരുടെ പേരാണ് ഇട്ടത്? ബജ്റംഗി എന്ന പേരാ. ബജ്റംഗൾ ദൾ എന്നല്ലല്ലോ, ബജ്റംഗി എന്ന പേര് ബാബു ബജ്റംഗി എന്ന പേരാ. ബാബാ ബജ്റംഗി. പ്രേക്ഷകർക്ക് ഓർമ്മയിലുണ്ടാവുമല്ലോ, നരോദ പാട്യ കേസിലെ 70 പേരെ ഒറ്റയടിക്ക് തീർത്ത ഈ പറയുന്ന ബാബാ ബജ്റംഗി. അങ്ങനെ ഒരു വില്ലന്റെ പേര് ഒരു സിനിമയിൽ പോലും ഇടാൻ ഭയക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ എന്ത് നാടാണിത്? കേരള സ്റ്റോറി, കാശ്മീർ ഫയൽസ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, TP51 ഈ സിനിമകളൊക്കെ സിനിമയായി കാണാൻ ഇവിടെ ഒരു പട്ടിയും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റുകാർ കൊന്നതിന്റെ പകുതി പോലും ഒരു ലഹളയിലും ഇന്ത്യയിൽ ആളുകൾ മരിച്ചിട്ടില്ല. ഇപ്പോൾ ഉറഞ്ഞു തുള്ളുന്ന അന്തം കമ്മികളും അന്തം കമ്മിയായ മൊട്ടയും ഒരു കാര്യം ഓർക്കണം. TP51 വെട്ട് എന്തുകൊണ്ട് ഇതുവരെ റിലീസ് ചെയ്തില്ല? 1500 ജൂതരെ ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ കൊന്ന ഹമാസിനെ തീവ്രവാദികൾ എന്ന് പോലും വിളിക്കാൻ ഭയന്ന മൊണ്ണയാണ് ഈ മൊട്ട. അവനാണ് നാട്ടുകാർക്ക് ക്ലാസ് എടുക്കുന്നത്.